വളരെ സന്തോഷമുണ്ട്. നമ്മളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മിഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പ്രവർത്തനങ്ങൾ കൂടുതലും മനുഷ്യർക്ക് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. എഡ്യൂക്കേഷൻ ലെവലിലും സാമൂഹിക സേവന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ സേവന രംഗത്തും നമുക്ക് ധാരാളമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലൊക്കെ ആളുകളെ ബോധവൽക്കരണവും അവരെ ശാക്തീകരണവും ഇതാണ് ഞങ്ങളുടെ മുഖ്യ മുദ്രാവാക്യങ്ങൾ. ബോധവൽക്കരണം, ശാക്തീകരണം. അതിൽ നമ്മളെല്ലാം തമ്പുരാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവരുടെ ജീവിത നിലവാരത്തിൽ വളരുന്നു. അതുപോലെ തന്നെ മാനുഷിക ഗുണങ്ങളിലും നല്ല ഒരു മുന്നേറ്റം അവിടെ നടക്കുന്നുണ്ട്. അതാ ഞങ്ങളുടെ ലക്ഷ്യം. നല്ല മനുഷ്യരാകുക, നല്ല സിറ്റിസൺസ് ആകുക, പൗരന്മാരാകുക. അങ്ങനെ ഒരു സമാധാനവും സന്തോഷവും ഐക്യവും സഹിഷ്ണുതയും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്നുള്ളതാണ്. ഞങ്ങളവിടെ ഉത്തർപ്രദേശ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യമാണ്. എങ്കിൽ തന്നെയും വളരെ സന്തോഷത്തോടെ അച്ഛന്മാർ 56 അച്ഛന്മാരും ഒരു 200ഓളം സിസ്റ്റേഴ്സും ഒക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 7 ഡിസ്ട്രിക്റ്റുകളാണ് അതുവഴി ഉള്ളത്. നിയുക്തമത്താൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ നിയോഗം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യം കുറേ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ അവിടെ അധികനാൾ ജീവിച്ചിരിക്കാത്തത് കൊണ്ടുള്ള സാഹചര്യങ്ങളിൽ ഇണങ്ങി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അദ്ദേഹത്തിന് അനുഭവമുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. പിന്നെ ഒരു സന്യാസിയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഇതൊരു അറിവും കഴിവുള്ള ആളാണ്. നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. വിരമിച്ച ശേഷം പിതാവ് എത്തരത്തിൽ സഭാ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശം? പ്രത്യേകിച്ച് ഒരു ദൗത്യത്തിൽ നിന്ന് പിതാവ് വിരമിച്ചു, തുടർന്നുള്ള ഒരു ശുശ്രൂഷ? എൻ്റെ ശുശ്രൂഷ ഞാൻ കുറേ നാളുകൂടി അവിടെ സാധിക്കുന്നിടത്തോളം അവിടെ തന്നെ ഉണ്ടാവും. പ്രാർത്ഥന വഴിയായിട്ട് സഹായിക്കുക, അതുപോലെ മറ്റു രീതിയിൽ അദ്ദേഹത്തിന് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാനായിട്ടും കുറച്ച് നാളത്തേക്കെങ്കിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വേദി കൊടുക്കണമല്ലോ. അപ്പോൾ അതും തടസ്സം ഇല്ലാതിരിക്കാനും അതേസമയം തന്നെ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹം എല്ലാം ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളത്. എല്ലാ ആശംസകളും പിതാവേ. ഷെക്കൻ യൂണിവേഴ്സിറ്റിയിലെ ആശംസകളും പിതാവേ.